അപ്പോൾ ചാറ്റ് ബോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നല്ലോണം സൂക്ഷിച്ചോളി. ഇപ്പോൾ വലിയൊരു പണി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു മേജർ ഫാസ്റ്റ് ഫുഡ് കമ്പനി ആയിട്ട് ചിപ്പോട്ടിലേക്ക് സംഭവിച്ചത് ഇതുപോലൊരു വലിയൊരു പണി കിട്ടിയതാണ്. ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ചിപ്പോട്ടിലേക്ക് പെപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്, ഓർഡർ എടുക്കാനും അങ്ങനെ എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒട്ടുമിക്ക കമ്പനികളുടെ അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ ആപ്പിലൊക്കെ ഒരു സപ്പോർട്ട് ബോട്ട് പോലെ ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിപ്പോട്ടിലേക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ അവരുടെ ചാറ്റ് ബോട്ടിനെ ആൾക്കാർ കോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം ഗൈസ്. അതായത് ഈ ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയപ്പോൾ അവർ കാര്യമായി ഗാർഡ് റെയിൽസ് ഒന്നും പ്ലേസ് ചെയ്തില്ല. ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയിൽ അവർ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ആ ചാറ്റ് ബോട്ടിനോട് കോഡ് ചോദിച്ച് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊക്കെ കോഡ് ചെയ്തിട്ട് എന്താ ആർക്കാ ലാഭമുള്ളത്. അപ്പം കുറച്ച് ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്ത് വെച്ചാൽ ഈ ചിപ്പോട്ട്ലേന്റെ ചാറ്റ് ബോട്ടിനെ അവരൊരു LLM പ്രോക്സി, അതായത് ഒരു എൻ പോയിന്റ് ആയിട്ട് എക്സ്പോസ് ചെയ്ത് എന്നിട്ട് അവർ ഇതിനെ ഓപ്പൺ കോഡ് ആയിട്ട് കണക്ട് ചെയ്ത് എനിക്കൊന്ന് ഓപ്പൺ കോഡിന്റെ ഒരു ഫോർക്കൻ ഉണ്ടാക്കി ചിപ്പോട്ട്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡിംഗ് ഏജന്റ് ഇപ്പൊ ഉണ്ട്. ഗിറ്റബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ചിപ്പോട്ടിലേക്ക് വലിയൊരു നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ബിസിനസ്സിനോ അല്ലെ ബ്രാൻഡിനോ വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ടിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഓതറൈസേഷനോ ഓതന്റിക്കേഷനോ ഒക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്പ് തന്നെയാണ് ആ റിക്വസ്റ്റ് വരുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ അവസാനം ആന്ത്രോപിക്കിന്റെ കോഡക്സിന്റെ ഒക്കെ ബില്ല് വരുമ്പോൾ മനുഷ്യന്റെ കീശ കയറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ഈ ഒരു പ്രശ്നം വരാണ്ടിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ